PV കുട്ടനുണ്ട്. കുട്ടൻ ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടൻ മിക്ക ആളുകളെയും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ ചെറിയ നിലയിലെങ്കിലും അല്പം ആശ്വാസകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കരുതാം. പക്ഷേ അപ്പോഴും ഒപ്പമുള്ളവരെയൊക്കെ ഇപ്പോഴും അവർ തിരയുന്നുണ്ട്. എന്താണ് കുട്ടൻ അവിടുത്തെ സാഹചര്യം? സിത, വളരെ സങ്കടകരമായ സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 45 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഈ മേപ്പാടി ഭാഗത്ത് തന്നെ സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ സ്കൂളുകളിലും മറ്റ് ആരാധനാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളായും താൽക്കാലിക ആശുപത്രികളായും ഒക്കെ പ്രവർത്തിക്കുകയാണ്. 3500-ലധികം പേരെയാണ് ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും ഈ ദുർഘടമായ കാലാവസ്ഥയുള്ള സമയത്ത് പോലും വളരെ സജീവമായ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. സന്ധ്യയോടുകൂടി തന്നെ ഈ ചൂരൽമലയിൽ നിന്നും അപ്പുറത്തേക്കുള്ള മുണ്ടക്കയിലേക്കുള്ള പാലം തകർന്നിരുന്നു. ആ പാലം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ നിന്നും ആൾക്കാരെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പറ്റുകയുള്ളൂ. ആ പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി നടക്കുന്ന അതിന് സമാന്തരമായിട്ട് തന്നെ ആംബുലൻസ് എത്തിക്കൊണ്ട് അവിടെ നിന്നും ആൾക്കാരെ പരിക്കേറ്റവരെയൊക്കെ എയർലിഫ്റ്റിംഗ് നടത്തി ആ ഒരു ശ്രമം ദുഷ്കരമായ സാഹചര്യത്തിൽ പോലും ആ ശ്രമം വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ താൽക്കാലിക പാലം ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള അതിതീവ്രമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇത്തരത്തിൽ ആൾക്കാർ എത്തുന്നത്. നമ്മൾ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ വളരെ സങ്കടകരമായ, അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ വരെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആളുകളെ ഈ ദുരന്ത മേഖലയിൽ നിന്ന് മാറ്റുന്ന പ്രക്രിയ ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഇരുട്ടാണ്, മഴയുണ്ട്, അപ്പോഴും ഈ ദൗത്യം തുടരുക തന്നെയാണല്ലേ? അസിത, നമ്മൾ രാവിലെ ഈ ചുരം കയറി വയനാട്ടിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു മഴ, അതിന് സമാനമായ രീതിയിൽ തന്നെ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. രാത്രിയാണ്. ഇവിടെയൊക്കെ ഈ ഗതാഗത സംവിധാനങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും നിലച്ചിരുന്നു. അതെല്ലാം ദ്രുതഗതിയിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് ചൂരൽമലയിൽ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ വൈദ്യുതി സംവിധാനങ്ങളൊക്കെ പുനഃക്രമീകരിച്ചു, അവിടെ വൈദ്യുതി എത്തിച്ചു. അങ്ങനെ ഈ രാത്രിയിലും എല്ലാ സേനാംഗങ്ങളും വളരെ സജീവമായ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. NDRF അതോടൊപ്പം തന്നെ കേരള പോലീസ്, ഫയർഫോഴ്സ്, മിലിറ്ററി, നേവി ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങൾ, റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വളരെ ആക്റ്റീവായി ഈ രാത്രിയിലും ഈ ദുഷ്കരമായ കാലാവസ്ഥയിലും ഈ അവിടെ നിന്നും ആൾക്കാരെ രക്ഷപ്പെടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാമ്പുകളിൽ ഏതാണ്ട് 3500-ലധികം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ നമുക്കറിയാം, പുത്തുമലയിൽ ദുരന്തമുണ്ടായപ്പോഴുമൊക്കെ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെയായിരുന്നു ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരൊക്കെ ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ഓടിയെത്തുകയാണ്. ക്യാമ്പുകളിലേക്കുള്ള അവശ്യ വസ്തുക്കളൊക്കെ കളക്ട് ചെയ്യുന്നതിന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. ആ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും വലിയ രീതിയിലേക്ക് ഇവിടേക്കുള്ള ആൾക്കാർക്കുള്ള സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അസിത.